ഞാനിപ്പം വന്നിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസായ അരിയിട്ടപാറയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ല പച്ചപ്പുല്ലൊക്കെ വളർന്ന് അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാ ഓണക്കാലത്തും ഇവിടെ ഫുള്ള് കാക്കപ്പൂവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കാക്കപ്പൂവൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഈ ഏരിയയിൽ ഏതായാലും കാക്കപ്പൂവൊന്നുമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ചധികം കാക്കപ്പൂക്കളുള്ള ഏരിയ ഉണ്ട്. ഇവിടെ കുറച്ചുണ്ട്, വളരെ കുറച്ച് പൂക്കൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. ഈ ഏരിയ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഇത് നമ്മളെ ARM ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല. ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു പ്രകൃതിയല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് പാറയാണ്. ഓരോ തട്ടുകളായിട്ട് ഇങ്ങനെ പാറ പ്രദേശമാണ്. ഈ ഒരു സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു അരിയിട്ടപാറ എന്ന് പറയുന്നത്. മഴയുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൂഡ് കിട്ടും. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, പക്ഷേ മഴയില്ലെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മഴക്കാറ് നല്ലപോലെ പിടിച്ച് കയറിയിട്ട് കാണുന്നുണ്ട്. വരികയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. ഇവിടെ ഈ ഒരു വൈകുന്നേരത്ത് മഴയിൽ നനഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരിക്കും. എന്തായാലും മഴക്കാറെല്ലാം കാണുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ ഒന്ന് നനഞ്ഞ് നല്ലപോലെ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ പാറയിലേക്ക് കൂടെ വെള്ളം ഒഴുകിയിട്ട് വരുന്നൊരു മനോഹരമായ കാഴ്ചയാണ്. അജയൻ്റെ രണ്ടാം മോഷണമില്ലേ, ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബാക്കിയുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആൾ കുറവാണെന്നല്ല, സൺഡേ ആയിട്ട് ഭയങ്കര ആൾ വേണ്ടല്ലോ അല്ലേ. അത്യാവശ്യം ഒരു 5 ദിവസം ആൾക്കാരാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ കുറേ തട്ടായിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരു 3-4 തട്ടൊക്കെ കയറി കുറച്ച് നല്ലൊരു പരന്ന പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഇവിടെയും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ശരിക്കും നല്ലൊരു വൈകുന്നേരം ചെലവിടാൻ പറ്റിയ ഏറ്റവും മനോഹരമായൊരു സ്ഥലം ഇവിടെ തന്നെയാണ്. ശരിക്കും നമ്മളിപ്പോൾ കണ്ടതൊന്നുമല്ല അരിയിട്ടപാറ. ഒറിജിനൽ അരിയിട്ടപാറേനെ അറിയണമെങ്കിൽ കുറേ ദിവസം വേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് കുറേ കാലി സ്ഥലം മാത്രമാണ്. ശരിക്കും കാവും പഴയ ശിലായുഗത്തിലെ ഗുഹകളും കുറേ കൊത്തുപണി, കുളം, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം.